വാർത്തകളിലേക്ക്. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡിന്റെ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാകുമെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വരുന്നത്. ഇത് സൂചന മാത്രമാണോ അതോ 7 മണിയോടെ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കുമോ ഔദ്യോഗിക പ്രഖ്യാപനം? ശ്രുതി, കർണാടകയിൽ കുറേ ദിവസമായി അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ്. കാരണം ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സൂചന മാത്രമാണോ എന്ന തരത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും, ഇന്ന് സത്യപ്രതിജ്ഞയുണ്ട്, ഇന്ന് വൈകുന്നേരം 3:30 സത്യപ്രതിജ്ഞ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകർക്കടക്കം ഇൻവിറ്റേഷൻ ലെറ്റർ വരെ അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ കർണാടക രാഷ്ട്രീയത്തിൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പല ഘട്ടത്തിൽ വന്നിരുന്നുവെങ്കിലും അഭിപ്രായങ്ങൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് ശരിക്കും കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത് എന്നത് പറയാൻ കഴിയാത്ത കാര്യം, അതായത് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെയാണ് കർണാടകയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം MLA-മാർ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് റിപ്പോർട്ടൊക്കെ നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ MLA ആക്കുകയും ചെയ്തു. ഇത് ഇന്ന് കണ്ടീശ്വര സ്റ്റേഡിയത്തിൽ, ബംഗളൂരു കണ്ടീശ്വര സ്റ്റേഡിയത്തിൽ 3:30 സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കാട്ടി എനിക്കുൾപ്പെടെ വന്ന ഇൻവിറ്റേഷൻ ലെറ്ററാണ് ഈ കാണുന്നത്. ഈ ഇൻവിറ്റേഷൻ ലെറ്റർ പ്രകാരം ഇന്ന് അധികാരത്തിൽ എത്തേണ്ടതായിരുന്നു സിദ്ധരാമയ്യ. അപ്പോഴാണ് DK ശിവകുമാറിൻ്റെ മാസ് എൻട്രി ഉണ്ടാകുന്നത്. DK ശിവകുമാർ ഒരു കാരണവശാലും ഉപമുഖ്യമന്ത്രി പദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ പറയുകയും ടൈം വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ തരത്തിൽ നിലപാടെടുക്കുകയും ചെയ്തു. ഇത് ഹൈക്കമാൻഡിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും എന്ന തലത്തിൽ പറയുകയുണ്ടായി. എല്ലാവരും അത് വാർത്ത കൊടുക്കുന്നു. അപ്പോഴാണ് സുർജേവാല അടക്കമുള്ളവർ പറയുന്നത്, ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും തന്നെയും വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് പ്രഖ്യാപിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന തലത്തിൽ വാർത്തകൾ വരുന്ന സാഹചര്യം. അപ്പോൾ AICC നേതൃത്വം നിലവിൽ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇന്ന് വൈകുന്നേരം നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട് MLA-മാരുടെ. ആ യോഗത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. DK ശിവകുമാറുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുകയും DK ശിവകുമാറിന് ആഭ്യന്തരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പുകൾ നൽകിക്കൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന തലത്തിൽ സംസാരിക്കുകയും ഒപ്പം തന്നെ PCC, അതായത് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കുകയും ആ അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ രാഹുൽ ഗാന്ധി നൽകുകയും ചെയ്തു. അത് DK ശിവകുമാർ അംഗീകരിച്ചു എന്നാണ് പല ഘട്ടത്തിൽ പറയുന്നത്. DK ശിവകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാർട്ടി തനിക്ക് അമ്മയാണ്, ആ അമ്മയെ മകനെന്ന നിലയിൽ ധിക്കരിക്കില്ല എന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ ഉള്ള അസ്വാരസ്യങ്ങളും ചില പ്രശ്നങ്ങളുമൊക്കെ DK ശിവകുമാർ ഉന്നയിച്ചതിൻ്റെ ഫലമാണ് ഇത് നീണ്ടുപോകാനുള്ള കാരണം. ഇപ്പോഴും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള തലത്തിൽ. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക മാത്രമാണ്, ആ ഒരു കടമ്പ മാത്രമാണ് ഉള്ളത്. ശനിയാഴ്ച സത്യപ്രതിജ്ഞ. അജി, മറ്റൊരു കാര്യം, അതായത് DK ശിവകുമാർ നീരസം പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയല്ലേ ഒരു സമവായ ചർച്ചയിലേക്ക് സോണിയാഗാന്ധി അടക്കം നീങ്ങിയത്? ആ സമവായ ചർച്ചയിൽ ഫലം കണ്ടു എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അതായത് സിദ്ധരാമയ്യ, ആദ്യം നമ്മൾ സൂചനകൾ വന്നു DK ശിവകുമാർ ആയിരിക്കും മുഖ്യമന്ത്രി ആദ്യ പദം ഇതാക്കുക, അതായത് പിന്നീട് വന്നു സിദ്ധരാമയ്യ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മാറി മാറി വന്ന അവസാനം ഒടുവിൽ വന്നിരിക്കുന്നത് DK ശിവകുമാർ 2ാം ടേമിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ സമവായത്തിൽ എത്തി എന്നുള്ളത് DK ശിവകുമാർ ഈ നിലപാടിനോട് യോജിച്ചു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? DK ശിവകുമാർ സമവായം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ഈ DK ശിവകുമാർ. സോണിയാഗാന്ധിയുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് DK ശിവകുമാർ. തിഹാർ ജയിലിലൊക്കെ കടന്ന സമയത്ത് ഈ DK ശിവകുമാർ തിഹാർ ജയിലിൽ കടന്ന സമയത്ത് സോണിയാഗാന്ധി പോയി സന്ദർശിക്കുകയും അങ്ങനെ വൈകാരികമായ രംഗങ്ങളിൽ അദ്ദേഹം
പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ഫോർമുല അംഗീകരിക്കാൻ കഴിയില്ല എന്ന DK ശിവകുമാറിൻ്റെ നിലപാട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് എത്തിച്ചത്. കാരണം സിദ്ധരാമയ്യ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഒരു കാരണവശാലും അവർക്ക് പിണക്കാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെയാണ് ഈ ഫോർമുല വ്യവസ്ഥയിലേക്ക് DK ശിവകുമാറിനെ എത്തിക്കുക എന്ന ഒരു തന്ത്രം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്തു നിന്നുണ്ടാവുകയും അവർ സംസാരിക്കുകയും ഫോർമുല വ്യവസ്ഥയിൽ ആ ഫോർമുലയിൽ അംഗീകരിക്കുകയും ചെയ്തത്. കാരണം ആദ്യം മന്ത്രിസഭ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ആദ്യം ഫലപ്രഖ്യാപനം വന്ന അന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുത്തത് 2.5 വർഷം സിദ്ധരാമയ്യയ്ക്കും 2.5 വർഷം DKയ്ക്കും എന്നുള്ള നിലപാടായിരുന്നു. പിന്നീട് അത് മാറി 3 വർഷം, അതായത് ഇന്നലത്തെ ആ ഒരു യോഗത്തിൽ 3 വർഷം DKയ്ക്കും 2 വർഷം സിദ്ധരാമയ്യയ്ക്കും എന്ന ടീമിലേക്ക് എത്തി. അത് 1 വർഷം കൂടെ കൂടുതൽ കൊടുക്കുകയും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് നിർണായകമായിട്ടുള്ള മന്ത്രി പദവികൾ, അതായത് ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ DKയ്ക്ക് നൽകാനും തീരുമാനിച്ചു. അതുമാത്രമല്ല കർണാടക മുഖ്യമന്ത്രിയുടെ അധിക ചുമതല, അതായത് ബലത്തിൽ DK തന്നെയാണ് ഈ കർണാടക കോൺഗ്രസിൻ്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കാരണം സിദ്ധരാമയ്യ അതായത് കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയായിരിക്കും സർക്കാരിൻ്റെ നിലപാട് വരിക. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അവിടെ ആരാണ്? കർണാടകയിൽ DK ശിവകുമാറാണ്. DK ശിവകുമാറാണ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ. അപ്പോൾ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ കസാരയിലുണ്ട് എങ്കിൽ പോലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും DK ശിവകുമാർ എന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ്, അതായത് ഉപമുഖ്യമന്ത്രി പദം കിട്ടിയാലും ഇതിൽ നിന്ന് ഈ പദവിയിൽ നിന്ന് മാറ്റില്ല എന്ന ഉറപ്പ് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ നൽകിക്കൊണ്ടാകാം ഒരു പക്ഷേ ഈ തീരുമാനമായത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയം ലഭിച്ചതിന് ശേഷം മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, ഈ DKയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസ് ആരെയാണ് ഭയക്കുന്നത്? അല്ല, കോൺഗ്രസ് ആരെയും അവിടെ ഭയക്കുന്നില്ല ശ്രുതി. കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് സംബന്ധിച്ചിടത്തോളം ഈ അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയുണ്ട്. 2018 സംഭവിച്ചത്, 2018 106 സീറ്റ് നേടി BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ 2019 MLA-മാരെ വിലയ്ക്ക് വാങ്ങി BJP അവിടെ അധികാരത്തിലെത്തുന്ന സാഹചര്യമുണ്ടായി. 136+2 സ്വതന്ത്രർ 138 MLA-മാരുടെ പിന്തുണയോടുകൂടെ കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കുന്ന ഈ 2023 BJPയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ മുന്നേറുന്ന കോൺഗ്രസിനുള്ളിൽ ഭയമല്ല, അതായത് പാർട്ടി പിളരില്ല എന്ന ഒരു ഉറപ്പ്. കാരണം DK ശിവകുമാറിന് നമുക്കറിയാം നിരവധി MLA-മാർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. സിദ്ധരാമയ്യയ്ക്കൊപ്പം നിലവിൽ ഒരുപാട് MLA-മാരുണ്ട്. ഈ MLA-മാരൊന്നും വിഭജിച്ച് ഇവരിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസിനുണ്ട്. പാർട്ടി പിളരരുത് എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിനുണ്ട്. കാരണം DK ശിവകുമാർ ഒരു കാരണവശാലും BJPയിലേക്ക് പോകില്ല, സിദ്ധരാമയ്യയും ഒരു കാരണവശാലും BJPയിലേക്ക് പോകില്ല. കാരണം ആ രണ്ട് നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകരാണ്. DK ശിവകുമാറിനെ BJP സർക്കാർ അത്രയേറെ ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. കാരണം അത്രയേറെ കേസുകളും ബഹളങ്ങളും വന്നപ്പോൾ പോലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു DK ശിവകുമാർ എന്നുള്ളത്. ആ DK ശിവകുമാർ ഒരു കാരണവശാലും മറുകണ്ഠം ചാടില്ല എന്നറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ അടിത്തറ ശക്തമാക്കേണ്ടത് ഉത്തരവാദിത്തം ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇരു നേതാക്കളെയും സമവായത്തിലൂടെ ഒരുമിച്ച് നിർത്തി പല കാര്യങ്ങളും യോജിച്ചു കൊണ്ടുപോകുന്നത്. കാരണം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യം തന്നെയാണ്. അധികാരം തിരിച്ചു പിടിച്ചേ പറ്റൂ കോൺഗ്രസിന് ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ. അതിന് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് വോട്ടുകളുടെ, അതായത് പാർലമെൻറ്റിലേക്കുള്ള ആ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ പോലും പരാജയപ്പെടരുത്. കാരണം തോൽക്കുന്ന ഓരോ സീറ്റിലും അധികാരം കിട്ടുക എന്നുള്ളത് ഒരു വലിയ കടമ തന്നെയാണ്. അതായത് UPA സർക്കാരിന് വീണ്ടും അധികാരത്തിലെത്തുക എന്നുള്ളത് വലിയൊരു കടമ തന്നെയാണ്. ആ കടമ്പയിലേക്ക് കടക്കാൻ ഇത്തരത്തിലുള്ള സമവായ നീക്കങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അത് കർണാടകയിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പെടുത്ത് നോക്കിയാൽ ഈ 5 സംസ്ഥാനത്തും BJPയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമവായ നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുകയും ഈ നേതാക്കളെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ കോൺഗ്രസ് എടുക്കുകയും ചെയ്യുന്നത്. ഇവിടെ നാളെ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യില്ല. ഇപ്പോൾ 8 മന്ത്രിമാർ, അതായത് DK അനുകൂലികളായ 8 MLA-മാരെ
മന്ത്രിമാരാക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ലഭ്യം. അതിൽ മലയാളികളും ഉണ്ടെന്നാണ് സൂചന. ജോർജ് അടക്കമുള്ള, ഹാരിസ് അടക്കമുള്ള, ഹാരിസൊക്കെ അവിടുത്തെ വ്യവസായിയാണ്, അദ്ദേഹം അടക്കമുള്ള മന്ത്രിമാർ ഉണ്ടാകും, മലയാളി പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ്. അജി, വ്യക്തമാണ് കർണാടകയിൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയാകും, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട് 7 മണിയോടെ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോൻ.